ഹായ് കൂട്ടുകാരെ, വെൽക്കം ടു ആര്യ രാജ്. ഇന്ന് ഒന്ന് രണ്ട് ഐറ്റം നടാനുണ്ട്, ഒരു സാധനം വെട്ടിയെടുക്കാനുണ്ട്. അപ്പോൾ ഇത് നടുന്ന രീതി നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. പലതും പല ടൈപ്പിൽ നമ്മൾ നടണം, എങ്കിലേ നല്ല ഫലം കിട്ടുകയുള്ളൂ. ഇതെങ്ങനെയാണ് നടുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. കാണാവോ? വരും. ആദ്യം ഇതുപോലെ നല്ല ആഴത്തിൽ വലിയ കുഴിയെടുക്കണം. അല്ല, വലിയ കുഴിയെടുത്ത് അതിനുശേഷം നമ്മൾ തൊണ്ടെടുക്കണം. തൊണ്ട് ഈ സൈഡുകളിലൊക്കെ ഇങ്ങനെ അടുക്കി കൊടുക്കണം. ഇതൊക്കെ ചെത്ത് അപ്പോൾ ഇതിലോട്ട് പിടിച്ചോളൂ. അതിന് വേണ്ടിയാണ് ഈ സൈഡുകളിൽ ഇങ്ങനെ തൊണ്ടെടുക്കണം. ഇതേ രീതിക്ക് തൊണ്ടടുക്കി കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന വളം ഇടണം. ഞാനിപ്പോൾ ഇതിൽ അടിയിലിടാൻ ഉദ്ദേശിക്കുന്ന ചക്കമടൽ നല്ല ഒരു വളമാണ്. എന്ന് വെച്ചാൽ അതിട്ട് നട്ട് ചാക്കിലൊക്കെ ഇട്ട് നട്ട് കഴിഞ്ഞാൽ അതൊക്കെ എന്ത് കാച്ച് മറിയുമെന്നറിയാം. അതുകൊണ്ടിപ്പോൾ ഇതിൻ്റെ അടിയിൽ ചക്കമടൽ, ഇതാകണ്ട ചക്കമടൽ വെട്ടിയെടുത്ത് വെച്ച് ചക്കമടലാണ് ആദ്യം അടിയിലോട്ട് ഇടുന്നത്. അതിനുശേഷം കുമ്മായവും ചവരിച്ചോറും കൂടെ മിക്സായതാണിത്. ഇതിന് കുഴിയിലെ ഈ ഭാഗത്തോട്ടൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. എന്നുവെച്ചാൽ മണ്ണിൽ അണുക്കളും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചത്തു പോകാൻ വേണ്ടി. ഇതും ചിലപ്പോൾ പുഴുക്കും. അത് പുഴു വരാതിരിക്കാൻ വേണ്ടി നമ്മളിതുപോലെ കുറച്ചിങ്ങനെ വിതറി കൊടുക്കണം. അതിനുശേഷം എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് കണ്ടോ, കോഴിക്കാരം. ഈ കോഴിക്കാരം കുറച്ച് വിതറി കൊടുക്കണം. കോഴിക്കാരം നനയരുത്. നനഞ്ഞാൽ കോഴിക്കാരത്തിൽ പുഴു വരും. ഇത് ഞാൻ ഇന്നലെ എടുത്തു വെച്ചത് കാരണം നനഞ്ഞു. കണ്ട, പുഴു വരാൻ തുടങ്ങി. നമ്മൾ പുഴു വരാതിരിക്കാൻ വേണ്ടി കോഴിക്കാരത്തിനെ മഴയും വെയിലും ഒന്നും ഏക്കാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും മാറ്റി വച്ചിരിക്കണം. ഇല്ലെങ്കിൽ ഇതുപോലെ പുഴുത്ത് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലും ആയിരിക്കും. അതുകൊണ്ട് ഇതിനെ മഴയത്ത് വയ്ക്കരുത്, നനയുന്ന ഭാഗത്തും വയ്ക്കാതിരിക്കുക. ഇതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം. മണ്ണ് ഇനി എന്താണ് നടാൻ ഉദ്ദേശിക്കുന്നത് അതിന് നമുക്ക് ഇതിൻ്റെ പുറത്ത് അറുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇവിടെ നടാൻ പോകുന്നത് പേരമരം. എന്നുവെച്ചാൽ സാധാ പേരല്ല, സാധാ പേര ഇവിടെ ഉണ്ട്. ഞാനത് കാണിച്ചു തരാം. അത് വലുതായി നിൽക്കുന്നത്, എന്നിട്ട് അത് കാച്ചില്ല. ഇതെന്ന് വെച്ചാൽ ചെറിയ പേര. അതിലിപ്പോൾ തന്നെ മൊട്ട് വന്നു തുടങ്ങി. നല്ല ഇനം പേരയ്ക്ക് ഒരുപാട് ഔഷധങ്ങളുണ്ട്, അറിയാമല്ലോ. പ്രത്യുത്പാദന ശേഷി വർദ്ധിപ്പിക്കാനും ഗർഭിണികൾക്ക് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും വൈറ്റമിൻ എ, സി എല്ലാം ഈ പേരയ്ക്കയിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ മലബന്ധം അകറ്റാൻ ബെസ്റ്റാണ്. അതുകൊണ്ട് ഈ പേരയ്ക്ക നമ്മൾ ഒരു തൈ വാങ്ങിച്ച് നടണം. തറയിലൊന്നും നടാനാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ഇതുപോലെ വലിയ ട്രം, ഇതാണ് കണ്ടോ, ഇതുപോലെ വലിയ ട്രമ്മിലായാലും അതിനിരിക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ വലിയ ട്രമ്മിലോ എന്തിനെങ്കിലും ഒരു പേരയ്ക്ക നിങ്ങൾ നട്ടു വയ്ക്കണം. അത് ഇനം വാങ്ങി നട്ട് നമ്മൾ ഈ പച്ചക്കറി അരിയുമ്പോൾ ഈ പച്ചക്കറിയുടെ വേസ്റ്റും കഞ്ഞിവെള്ളവും എല്ലാം കൊണ്ട് അതിൽ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് കാച്ചു കിട്ടും. അതുകൊണ്ട് നിങ്ങളൊക്കെ ട്രൈ ചെയ്യണം. ഈ രീതിയിൽ ചെയ്താൽ ഏറ്റവും ഉത്തമം. നമുക്കപ്പോൾ ഇതിലോട്ട് നട്ടു കൊടുക്കാം. ഇത് കണ്ടോ, ഇതാണ് പേരത്തൈ. ഞാനിത് കൊഴിപ്പള്ളത്ത് പോയി വാങ്ങിയതാണ്. ഞാൻ കാണിച്ചു തന്നില്ലായിരുന്ന വീഡിയോയിൽ. അവിടെ നിന്ന് വാങ്ങിയ പേരത്തൈയാണ്. കണ്ടോ, നല്ലൊരു പേരത്തൈ. ഇതിലിതാ മൊട്ട് വന്നു തുടങ്ങി. കണ്ട, ചെറുതിലേ കായ്ക്കുന്ന ഇനമാണ്. അതുകൊണ്ട് ഇതുപോലെ ഇനങ്ങൾ വാങ്ങി വെച്ചാൽ നമ്മൾ ഒരുപാട് നാളൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് പേരയ്ക്ക പറിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ ഇത്തിരി വില കൂടുതലാണ് കേട്ടോ. അത് സാരമാക്കണ്ട. പേരയ്ക്ക വാങ്ങി പൈസ കളയാനേക്കാളും ഇതുപോലെ പേരമരം വാങ്ങി നട്ടാൽ എന്ത് ചെയ്യും? ഇഷ്ടംപോലെ പേരയ്ക്ക പറിച്ച് തന്നെ നമുക്ക് നട്ടാലും. അത് നമ്മൾ ഈ കവറിനെ ഒരു ബ്ലൈഡോ കത്തിയോ എന്തെങ്കിലും കൊണ്ട് രണ്ട് സൈഡ് കട്ട് ചെയ്യണം. സൈഡ് മറു സൈഡ് രണ്ട് സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. മണ്ണ് പൊടിഞ്ഞു പോകരുത്. മണ്ണ് പൊടിയാതെ സൂക്ഷിച്ചോളണം. മണ്ണ് പൊടിഞ്ഞ് ഇളക്കം തട്ടിയാൽ ഇത്തിരി പൊടിക്കാൻ പിന്നെ പാടായിരിക്കും. ഈ സെറ്റായി ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് തന്നെ പെട്ടെന്ന് വേരൊക്കെ ആയി. കണ്ട,
വേരുണ്ട്, ചുറ്റും ഇതാ വേര് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിതിലോട്ട് വെച്ച് കൊടുക്കാം. നടുക്ക് ഭാഗത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് കുറച്ച് ജൈവ വളം കൂടെ ഇട്ട് കൊടുക്കാം. വേറെ എല്ലുപൊടി, വേപ്പൻ പിണ്ണാക്ക്, ചകിരിച്ചോറ് ഇതെല്ലാം കൂടെ കുറച്ച് മൂട്ടിൽ ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ചകിരിച്ചോറ് കുറേ ഇട്ട് കൊടുക്കാം. എങ്കിലും മണ്ണിന് ഇളക്കം ഉണ്ടാവും, ഇല്ലെങ്കിൽ മണ്ണ് കയറി സെറ്റായി ഇതിൻ്റെ വളർച്ചയെ ബാധിക്കും. കുറേ അത് കഴിഞ്ഞിട്ട് കുറച്ച് സൂഡോമോണസ്, വേപ്പൻ പിണ്ണാക്ക്, എല്ലുപൊടി, വളക്കൂട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇതിലോട്ട് മണ്ണ് ഇട്ട് കൊടുക്കാം. ഇവിടെ നല്ല വെയിലുണ്ട് കേട്ടോ, അതാണ്ട് വെയിലുണ്ട് എന്നുവെച്ചാൽ ഇപ്പം ഇതാ വാഴ അത് നോക്കി, വാഴ കൊലച്ചങ്ങനെ നിൽക്കുകയാണ്. വാഴയുടെ മൂടായതുകൊണ്ട് ശകലം വെയിലിൻ്റെ കുറവുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വെയിൽ വരും, മുകളിൽ വരും, ചന്ദ്രനും വരും. ഗോപുരമുകളിൽ വാസന്ത ചന്ദ്രൻ ഗോരോജനക്കുറി വരച്ചു, സഹി ഗോരോജനക്കുറി വരച്ചു. അമ്പലമുറ്റത്ത് ആൽത്തറ വീണ്ടും അന്തിനിലാവിൽ കുളിച്ചു. അമ്പലമുറ്റത്ത് ആൽത്തറ വീണ്ടും അന്തിനിലാവിൽ കുളിച്ചു. പ്രദക്ഷിണ വഴിയിൽ കൃത്യന്റെ കീഴിൽ പ്രത്യക്ഷനായി സഹി, അവൻ പ്രത്യക്ഷനായി സഹി. വരമൊന്നും തന്നില്ല, ഉരിയാടാൻ നിന്നില്ല, വരമൊന്നും തന്നില്ല, ഉരിയാടാൻ നിന്നില്ല. പറയാതെ എന്തോ പറഞ്ഞു, അവൻ പറയാതെ എന്തോ പറഞ്ഞു. ഗോപുരമുകളിൽ വാസന്ത ചന്ദ്രൻ ഓരോ ജനക്കുറി വരച്ചു, സഹി ഗോരകുറി വരച്ചു. കണ്ട, ഇതുപോലെ നടണം. നട്ട് കഴിഞ്ഞു. എങ്ങനെയുണ്ട്? ഇവിടെ ഒന്ന് പടർന്ന് വന്ന് നമുക്ക് പെട്ടെന്ന് പറിക്കാം, കഴിക്കാം, എല്ലാം ചെയ്യാം. ഇനി ഒരു സാധനം കൂടെ നടാനുണ്ട്, അങ്ങോട്ട് പോകാം. അയ്യോ, എന്താണെന്നറിയാം ഇവിടെ നടാൻ പോകുന്നത്? കൂവക്കിഴങ്ങ് ഞാനൊന്ന് വെട്ടിയെടുത്ത് അവിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റായിരുന്നു, ഒരു കെമിക്കലും ഇല്ലാത്തത്. ഇനി അതിൻ്റെ ഒടിഞ്ഞ ഭാഗങ്ങളെല്ലാം ഞാൻ മാറ്റി വെച്ചിരുന്നു, അതെല്ലാം ഇരുന്ന് പൊടിച്ചു. തണ്ടുണ്ട്, ഇതിനെ ഞാനിതാ വെട്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ ഈ തണ്ടും നട്ട് ആ ഒടിഞ്ഞ ഭാഗം പൊടിച്ചിരിക്കുന്നു, അതിനെ ഒന്ന് നടാം, എങ്കിലല്ലേ നമുക്ക് വീണ്ടും പറിച്ചെടുക്കാൻ പറ്റൂ. ഒരിക്കൽ നട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും സാധിക്കില്ല. അതിന് വേണ്ടി ഇപ്പം ഞാൻ കുഴി തയ്യാറാക്കി. മണ്ണിളക്കം വേണം, അല്ലെങ്കിൽ ഇത് താഴ്ന്നു പോവും. അടിയിൽ തന്നെ നമ്മൾ ഇളക്കിയിടണം. വെട്ടി പരുവാക്കി. ഇനി ഇതിലും കുറച്ച് കോഴിക്കാര ഇടാം. കോഴിക്കാര ഇടാം, തൊണ്ടിടാം, കുറച്ച് തൊണ്ടൊക്കെ ഇട്ട് കുറച്ച് ചകിരിച്ചോറൂടെ ഇട്ട് കൊടുക്കാം. കൂവ ആയതുകൊണ്ട് നമുക്ക് കൂവയ്ക്ക് ഈ എല്ലുപൊടിയും മറ്റൊന്നും വേണ്ട, സൂഡോമോണസോ വേപ്പൻ പിണ്ണാക്കോ ഒന്നും വേണ്ട. പക്ഷേ ഇത് വേണം. ഇതെന്താ പറയുക, കുമ്മായം, മണ്ണ് കേടാവാതിരിക്കാൻ കുമ്മായവും മേടിച്ചു വരണം. ഇതും കൂടെ
കുറച്ച് വിതറാം. അതിനുശേഷം ഒരു ലെയർ മണ്ണ് ഇതിലോട്ടങ്ങ് ഇടാം. അല്ല, ഇനി ഇതിലോട്ട് നമുക്ക് ആദ്യം ഇതിനെത്ര നടാം, മൂടിനെ അങ്ങ് നടാം. ഓരോ കൊയ്യെടുത്ത് ഓരോ മൂട്, ഓരോന്നിനകത്ത് കുറച്ച് മൂട് നട്ടു കൊടുക്കുക. ഇപ്പം ഇവിടെ വെയിലില്ലാത്ത കണക്കാക്കണ്ട കേട്ടോ. ഈ വാഴ കണ്ടില്ലേ കുലച്ചിരിക്കുന്ന വാഴ. ഈ വാഴയൊക്കെ വെട്ടിക്കഴിയുമ്പോഴേ ഇവിടെയൊക്കെ നല്ല വെയിൽ കിട്ടും. ഇതിന് മുമ്പ് ഞാൻ ഇവിടെ നട്ടിരുന്ന കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് വിളവ് കിട്ടി. വെയില ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വിളവൊന്നും കുറഞ്ഞില്ല, കിട്ടിയായിരുന്നു. പൊടിച്ചു വച്ചിരിക്കുന്നു അതുകൊണ്ട്. അന്ന് വെട്ടിയപ്പോൾ വെട്ടുകൊണ്ട ഭാഗങ്ങളൊക്കെ ഇരുന്ന് മുളച്ചു. കണ്ടോ, ഇത് തുണ്ട് മതി, ഒരു ചെറിയ തുണ്ട് മതി ഇത് പൊടിച്ച് കയറും. വളം ഇട്ട് കൊടുത്താൽ പിന്നെ നല്ല രീതിയിൽ വിളവും കിട്ടും. കണ്ടോ, എല്ലാം കിളിർത്ത് വന്ന്, അതുകൊണ്ട് ഇതിനെ നടാമെന്ന് വിചാരിച്ചു. കണ്ടോ, കിളിർത്ത് വരണം. അപ്പോൾ ഇതിനെ ഇതിലോട്ട് നടാം. ഇട്ട് കൊടുത്തിട്ട് മണ്ണിട്ടാൽ മതി, അത് പിടിച്ച് കയറിക്കോളൂ. എങ്ങനെ ഇട്ടാലും മതി. ഇനി ഇതിൻ്റെ പുറത്തോട്ട് നമ്മൾ മണ്ണിട്ട് കൊടുത്താൽ മതി. കട്ടയും കല്ലൊക്കെ മാറ്റണം, മണ്ണ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി എന്ത് വളം കിട്ടിയാലും നമ്മൾ ഇതിൻ്റെ പുറത്ത് കൊണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതുപോലെ ഈ ചക്കമടലോ തൂത്ത് വാരണ ചവറോ എന്ത് കിട്ടിയാലും ഇതിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ നല്ല വിളവ് കിട്ടും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇവിടെ നിന്ന് തന്നെ വെട്ടിയെടുക്കാൻ സാധിക്കും. ഇത് നട്ട് ഇത് കണ്ട, ഇതൊരു മൂടാണ്. ഇതിന് നല്ല കിഴങ്ങുണ്ടാകും. കിട്ടണ ഓരോക്കെ എൻ്റെ മുട്ടി കൊണ്ട് ഇട്ട് കൊടുത്താൽ അങ്ങനെ ഇതാ ഒരു മൂട് ഇങ്ങനെ തഴച്ച് നിൽക്കുന്നത്, വെട്ടാറായി നിൽക്കുകയാണ്. ഇതുപോലെ അവിടെയും 2-3 മൂട് നിൽക്കുന്നു. ഇനി ഒരു സാധനം വെട്ടിയെടുക്കാം. ഇത് കണ്ടോ, വേറെ പേര കണ്ടോ, വലിയ പേര. ഇത് നാടൻ പേരയാണ്. അത് കാരണം ഇതുവരെ കാച്ചില്ല. ഈ നാടൻ പേരയൊക്കെ ഇതുപോലെ ഒത്തിരി പൊങ്ങിയതാ. ഇതാ ഒരു മൂട് ഇരിക്കുന്നത്. ഒത്തിരി പൊങ്ങി വലുതായാലും സാധാ ഈ നാടൻ പേര കായ്ക്കത്തുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പം നട്ടത് അങ്ങനെയല്ല, കൊച്ചിലേ കായ്ക്കും. നല്ല വലിയ പേരയ്ക്കായിരിക്കും. ഇതെങ്ങനെയാണെന്ന് അറിയില്ല, കായ്ക്കുമ്പോൾ കാണാം. റംബൂട്ടാൻ കണ്ട, അതുകൊണ്ട് റംബൂട്ടാൻ നടാൻ പോണത്. റംബൂട്ടാൻ്റെ വേണ്ട, ഇത് കണ്ടോ, ഇവിടെയാണ് ഞാൻ വെട്ടിയെടുക്കണം. ഒരു മൂട് ചേമ്പ്, അന്ന് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ചേമ്പാണ്. ഇതാ വെട്ടിക്കഴിഞ്ഞ് രണ്ടാമത് നട്ട് അതെല്ലാം കിളിർത്തു. ഇത് ഞാൻ വെട്ടിയില്ല, അപ്പോൾ ഇതൊന്ന് വെട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം ഒന്ന് പിഴുതെടുക്കട്ടെ. മഴപ്പരുവായതുകൊണ്ട് എളുപ്പമുണ്ട്. ആ കുറവാണ്, 1-2 ഉണ്ട്. ഒരു കറിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. എന്താ ഒത്തിരി ഓരോ കൈത്താണ് ഞാൻ നട്ടത്. കണ്ട കണ്ട തൊണ്ടൊക്കെ ചെത്ത് ഒരു പരുവായി. എല്ലാത്തിനും നല്ല വെയിൽ വേണം. വെയിൽ കുറവായാൽ കായ്ഫലം കുറവായിരിക്കും. ചോലയായിരുന്നു കേട്ടോ ഇവിടെ, അത് കാരണം ശകലം കുറവാണ്.
അപ്പം നല്ല ഉരവുണ്ടായിരുന്നു, എന്നിട്ടും കാര്യം കുറവ്. ഇതിൻ്റെയൊക്കെ ഇടയിലായതുകൊണ്ട് ചോല. കണ്ടോ വേർത്ത് താഴ്ന്ന്. ഇതുപോലെ നമ്മൾ അധ്വാനിക്കണം. അപ്പം യോഗ ചെയ്യേണ്ട ആവശ്യവും ഇല്ല, അസുഖങ്ങളൊന്നും വരില്ല, ഗുളിക കഴിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. ദൈവം സഹായിച്ച് എനിക്ക് ഒരു അസുഖവും ഇല്ല. ഇതുപോലെയൊക്കെ ജോലിയൊക്കെ ചെയ്ത് നടക്കുന്നുണ്ട്. ഇതാ ഇത്രയേ കിട്ടിയുള്ളൂ. ഇതായാലും മതി, ഒരു അവിയലിനുള്ളതായല്ല. എങ്ങനെയുണ്ട്? വീഡിയോ കൊള്ളാമോ? സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്ക് അയക്കണം. ഇനിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ്. അതുവരെ ബൈ.